നമസ്കാരം, ഞാൻ ലക്ഷ്മി, സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഏവർക്കും കൊച്ചേട്ടന്റെ കത്തിലേക്ക് സ്വാഗതം. കൊച്ചേട്ടന്റെ കത്ത്. കൂട്ടുകാരാകാം, കാട്ടുജീവികളാകാതിരിക്കാം. പ്രിയ DCL കൂട്ടുകാരെ, നീ വേദനിക്കുന്നതിൽ എനിക്ക് വേദനയില്ല എന്ന് ഒരാൾ ചിന്തിക്കണമെങ്കിൽ അയാളിൽ മൃഗീയത ഭരണം തുടങ്ങിയിരിക്കണം. ഈ അടുത്ത കാലത്താണ് ഇത്തരമൊരു ചിന്ത എന്റെ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഓടിയ നിരവധി വീഡിയോകളാണ് ഈ ചിന്ത ഉറപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലഹങ്ങളും വഴക്കുകളും വഴിവിട്ടു വളർന്ന് കൊട്ടേഷൻ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ പകർത്തുബുക്കുകളായി മാറുന്ന ക്രൂരമായ കാഴ്ചകൾ. സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ കൂട്ടം കൂടി ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന വീഡിയോകൾ. രക്ഷിക്കണേ എന്ന് അതിദയനീയമായി കൈകൂപ്പി കേഴുന്ന സഹപാഠിയെ പേപ്പട്ടികളെ പോലെ കടിച്ചു കീറുന്ന ക്രിമിനലുകൾ. എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ പെരുമാറാൻ? എന്തിനു വേണ്ടിയാണ് കൂട്ടുകാരെ ഇതുപോലെ തല്ലിക്കൊല്ലുന്നത്? മുമ്പെങ്കും ഇല്ലാതിരുന്ന ഇത്തരം ക്രൂരതകൾക്കുള്ള കാരണങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാർ ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. സാമൂഹിക മാനസിക ഘടകങ്ങൾ. കൗമാരക്കാർക്ക് സ്വന്തം ഐഡന്റിറ്റി കണ്ടെത്താനുള്ള വ്യഗ്രതയുണ്ട്. സുഹൃത്തുക്കളുടെ ഇടയിൽ സ്റ്റാറ്റസ്, പോപ്പുലാരിറ്റി, പ്രണയം, പഠനം എന്നിവയിൽ മത്സരമുണ്ടാകുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ശത്രുതയ്ക്ക് കാരണമാകും. വീട്ടിലെ പ്രശ്നങ്ങൾ, വഴക്ക്, ആരും സ്നേഹിക്കാനില്ല എന്ന തെറ്റിദ്ധാരണ, അമിത സമ്മർദ്ദം തുടങ്ങിയവ പലരും സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചിലർക്ക് വൈകാരിക നിയന്ത്രണത്തിനുള്ള ഒരു പരിശീലനവും വീട്ടിൽ കിട്ടുന്നില്ല. ഈശ്വര വിശ്വാസമില്ലാതെ, പ്രാർത്ഥിക്കാൻ അറിയാതെ, മാനുഷിക ആത്മീയ മൂല്യങ്ങൾ അറിയാതെ വഴിയിറമ്പ് സംസ്കാരത്തിൽ തന്നെ വളരുന്ന കുട്ടികളുണ്ട്. അവർക്ക് കോപം നിയന്ത്രിക്കാനുള്ള കഴിവില്ല. സമപ്രായ സമ്മർദ്ദവും പ്രധാന ഘടകമാണ്. കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ ഒരാൾ അക്രമാസക്തമാണെങ്കിൽ സ്വന്തം വ്യക്തിത്വമില്ലാതെ മറ്റുള്ളവരും അത് അനുകരിക്കും. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. കേരളത്തിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ പ്രായഭേദമില്ലാതെ ഒരു പകർച്ചവ്യാധി പോലെ ആയിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളിലാണ് ഈ സമൂഹ മാധ്യമ അടിമത്തം ഏറ്റവും കൂടുതലുള്ളത്. സൈബർ ബുള്ളിയിങ് ആണ് ഏറ്റവും അധികം വ്യാപിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഭീഷണിയാണിത്. ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, സ്നാപ്ചാറ്റ് എന്നിവയിലെ അപകീർത്തിപ്പെടുത്തൽ, ഗ്രൂപ്പ് ഔട്ട് ചെയ്യൽ, മീംസ് വീഡിയോകൾ എന്നിവ വഴി ശത്രുത പെരുകുകയാണ്. ഫൈറ്റ് വീഡിയോകൾ കർശനമായി നിരോധിക്കണം. സ്കൂൾ ഫൈറ്റ് വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നത് വ്യാപിച്ചിരിക്കുകയാണ്. ലൈക്കിനും വ്യൂസിനും ഷെയറിനും വേണ്ടി ഫൈറ്റുകൾ അതിക്രൂരമാക്കുന്നതും വർദ്ധിക്കുകയാണ്. അൽഗോരിതം ഇഫക്റ്റാണ് ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. വയലന്റ് കണ്ടന്റ് തുടരെ കാണുന്നയാൾക്ക് കൂടുതൽ വയലന്റ് ആയ വീഡിയോകൾ തന്നെ ലഭിക്കുന്നു. അത് കുട്ടികളുടെ മനസ്സിൽ ഡീസെൻസിറ്റൈസേഷൻ, വൈകാരിക മരവിപ്പ് എന്നൊരവസ്ഥ സൃഷ്ടിക്കുന്നു. എത്ര ക്രൂരതകൾ കണ്ടാലും ഒരു വികാരവും ഇല്ലാതാകുന്നു. മാതാപിതാക്കൾ അതിന് അതീവ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അവരുടെ ജീവിതവും അപകടത്തിലാകും. പ്രിയ കൂട്ടുകാരെ, ഇത് മാത്രമല്ല, വീഡിയോ ഗെയിമുകളും അത്യന്തം അപകടകരമാണ്. PUBG, ഫ്രീ ഫയർ, GTA തുടങ്ങിയ ചതിയൻ ഗെയിമുകളിൽ കൂട്ടുകാർ ഒരിക്കലും കുടുങ്ങരുത്. അവ മാരകമായ കുരുക്കുകൾ തന്നെയാണ്. ഈ ഓൺലൈൻ ഗെയിമുകളിലെ ട്രാഷ് ടോക്കും റൈവൽറിയും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്കും വരാം. സ്വതവേ അഗ്രസീവ് സ്വഭാവമുള്ള കുട്ടികളിൽ ഇത് കാട്ടുതീ പോലെ പടരും. അവരുടെ ഭാവി ജീവിതം കത്തിച്ചാമ്പലാകും. അതിനാൽ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന നിലയിൽ ജെൻ ഇസഡ് ആൽഫ കുട്ടികൾ ഓൺലൈൻ ഓഫ്ലൈൻ ബോർഡർ നഷ്ടപ്പെടുന്ന അപകടകാലമാണിത്. ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ അടിമകൾക്ക് സഹാനുഭൂതി, സ്നേഹം, ക്ഷമ, സേവനം, കരുണ തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ലാതാകുന്നു. എന്റെ സ്ക്രീൻ ടൈം ഓരോ ദിവസവും കൂടുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കണം. നമുക്ക് മനുഷ്യ നന്മയിലേക്ക് മടങ്ങി വരാം. വീട്ടിലും ക്ലാസ്സിലും നമുക്ക് കൂടുതൽ നേരം പരസ്പരം സംസാരിക്കാം. ആരെയും വേദനിപ്പിക്കാതെ തമാശകൾ പറയാം. നല്ല കൂട്ടുകാരാകാം, കാട്ടുജീവികളാകാതിരിക്കാം. സ്നേഹത്തോടെ, സ്വന്തം കൊച്ചേട്ടൻ.